Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom തേർഡ് സെമസ്റ്ററിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് റെഗുലേഷൻസ്. സോ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. കോൺട്രാക്ട് എന്താണ്? റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്താണ്? ഇതിനേക്കാൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ക്വാസി കോൺട്രാക്ട് എന്താണ്? അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ബേസ് ആണ്. ബിസിനസ് ലോ എന്താണ് എന്നുള്ള ചോദ്യം വരാം, നിർബന്ധമായും നോക്കണം. ദെൻ എഗ്രിമെൻ്റ് എന്താണ്? എഗ്രിമെൻ്റ് എന്താണ്? അതിൽ തന്നെ പലതരത്തിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടല്ലോ. വോയിഡ് എഗ്രിമെൻ്റ് എന്താണ്? അതുപോലെ തന്നെ ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്താണ്? ഇതൊക്കെ നോക്കണം കേട്ടോ. വീണ്ടും വീണ്ടും കാണാറുള്ള ഒരു ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് നിർബന്ധമായും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഓഫർ എന്താണ്? പലതരത്തിലുള്ള ഓഫർ ഉണ്ട്. അതിൽ ക്രോസ് ഓഫർ എന്താണ്? ദെൻ റിവോക്കേഷൻ ഓഫ് ഓഫർ, റിവോക്കേഷൻ ഓഫ് ഓഫർ എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കപ്പാസിറ്റി, കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ നിർബന്ധമായി നോക്കിയിരിക്കണം. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഏതൊക്കെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം SAക്ക് 5 മാർക്കിനൊക്കെ പിന്നെ സെപ്പറേറ്റും കാണാറുള്ളതാണ്. ഇനി നെക്സ്റ്റ് പ്ലെഡ്ജ് എന്താണ്? അതുപോലെ തന്നെ ബെയിൽമെൻ്റ് എന്താണ്? ബെയിലർ ബെയിലി നോക്കണം കേട്ടോ. പിന്നെ ബെയിൽമെൻറ്റിൽ തന്നെ പലതരത്തിലുള്ള ബെയിൽമെൻറ്റിൽ ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂസ് ബെയിൽമെൻറ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അത് നോക്കണം. ഗ്രാറ്റിറ്റ്യൂഷ്യസ് ബെയിൽമെൻറ്റ് എന്താണ്? പിന്നെ നെക്സ്റ്റ് പല പേപ്പറും കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കൺസെൻറ്റിനെ പറ്റിയിട്ട്. കൺസെൻറ്റ് എന്താണ് എന്നുള്ള ചോദ്യം. കൺസെൻറ്റ് എന്താണ്? ദെൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണ്? കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്താണ്? ദെൻ 2 പേപ്പറിൽ വന്നിട്ടുള്ളതാണ് ക്വാണ്ടം മെറിറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം. ക്വാണ്ടം മെറിറ്റ് എന്താണ്? നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ ലീൻ എന്താണ്? അതിൽ പലതരത്തിലുള്ള ലീൻ ഉണ്ട്. പെർട്ടിക്കുലർ ലീൻ എന്താണ്? അതുപോലെ തന്നെ ജനറൽ ലീൻ എന്താണ്? അതുപോലെ തന്നെ കൊയേഷനെ പറ്റിയിട്ട്, കൊയേഷൻ എന്താണ്? കൊയേഷൻ എന്തായാലും പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. കൺസെപ്റ്റ് നോക്കണം. ദെൻ വാറണ്ടി റിപ്പീറ്റ് ആണ്. വാറണ്ടി എന്താണ്? പലതരത്തിലുള്ള വാറണ്ടി ചോദിക്കാറുണ്ട്. പിന്നെ അതിൽ ഇംപ്ലൈഡ് വാറണ്ടി എന്താണ്? സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്താണ്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്താണ്? അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, അതുപോലെ തന്നെ ഈ വാറണ്ടി എന്ന് പറയുന്ന അതിൻ്റെ കൺസെപ്റ്റ്, ഇതൊക്കെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി ഗ്യാരണ്ടി, വാറണ്ടിയുടെ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഗ്യാരണ്ടി എന്താണ്? അതിൽ പലതരത്തിലുള്ള ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ ഗ്യാരണ്ടി എന്താണ്? സ്പെസിഫിക്
ഗ്യാരണ്ടി എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിലുള്ളതാണ്, നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്താണ്? റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്താണ്? അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്താണ്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്താണ്? അതൊക്കെ റിപ്പീറ്റ് ആണ്. പിന്നെ സബ് ഏജന്റ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്താണ്? അഗെയിൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. ദെൻ കണ്ടിൻജന്റ് ഗുഡ്സിന്റെ കൺസെപ്റ്റ്. കണ്ടിൻജന്റ് ഗുഡ്സ് എന്താണ്? കൺസെപ്റ്റ് നോക്കിയിരിക്കണം. പിന്നെ ഏലിയൻ എനിമി, ഏലിയൻ എനിമി ഒറ്റ പ്രാവശ്യം വന്നുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ LLP എഗ്രിമെന്റ് എന്താണ്? അഗെയിൻ ഈസി ക്വസ്റ്റ്യൻ. ദെൻ വേവർ എന്താണ്? പിന്നെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താണ്? ഫ്രീ കൺസെന്റ് എന്താണ്? ഫ്രീ കൺസെന്റ് എന്താണ്? അതുപോലെ തന്നെ വേജർ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. ഫ്രീ കൺസെന്റ്, വേജർ, അതൊക്കെ നോക്കണം കേട്ടോ. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്? മിസ്റെപ്രസെന്റേഷൻ, ഇതൊക്കെ റിപ്പീറ്റ് ആണ്. മിസ്റെപ്രസെന്റേഷൻ എന്താണ്? അതുപോലെ തന്നെ യൂണിലാറ്ററൽ മിസ്റ്റേക്കിൽ തന്നെ പലതരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ട്. അതിൽ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം. ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഇനി ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകാനുള്ളത്, പോണർ ആരാണ്? പോണർ, അതുപോലെ തന്നെ പോണി. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിന് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഞാൻ ഒരുവിധം പ്രതീക്ഷിക്കുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് 15 ചോദ്യങ്ങൾ ലഭിക്കും. ഇപ്പോൾ ആദ്യം കോൺട്രാക്ട് എന്താണ്? എക്സിക്യൂട്ടറി, ക്വാസി, പിന്നെ ബിസിനസ് ലോ എന്താണ്? എഗ്രിമെന്റ്, പലതരത്തിലുള്ള എഗ്രിമെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ ഓഫർ, ക്രോസ് ഓഫർ, റിവോക്കേഷൻ ഓഫ് ഓഫർ, കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്. പ്ലെഡ്ജ് എന്താണ്? ബെയിൽമെന്റ്, പലതരത്തിലുള്ള ബെയിൽമെന്റ് ഉണ്ട്. അതിൽ ഗ്രാറ്റുറ്റീസ് ബെയിൽമെന്റ് ചോദിച്ചിട്ടുള്ളതാണ് ഇതിന്റെ മുമ്പ്. കൺസെന്റ്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്, ക്വാണ്ടം മെറിറ്റ്, പർട്ടിക്കുലർ ലീൻ, ജനറൽ ലീൻ, ഇതിന്റെ കൺസെപ്റ്റ്, കൊയേഷൻ, അതിന്റെ ഇഫക്റ്റ് നോക്കുക. വാറണ്ടി, ഇംപ്ലൈഡ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് വാറണ്ടിയിൽ തന്നെ. അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ദെൻ ഗ്യാരണ്ടി എന്താണ്? അതിൽ സിമ്പിൾ ഗ്യാരണ്ടി, സ്പെസിഫിക് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് സെയിൽ, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, സബ് ഏജന്റ് ആരാണ്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്, പിന്നെ കണ്ടിൻജന്റ് ഗുഡ്സ്, ഏലിയൻ എനിമി, LLP എഗ്രിമെന്റ്, വെയ്വർ, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്, ഫ്രീ കൺസെന്റ്, വേജർ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക് എന്താണെന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ ലാപ്സ് ഓഫ് ടൈം, പിന്നെ പോണർ, അതുപോലെ തന്നെ പോണി. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ലഭിച്ചിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ സജഷൻസും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.